ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. തുടർന്നുള്ള സമയം നമുക്ക് ദൈവവചന ശുശ്രൂഷ ആയിലേക്ക് കേൾക്കാം. നമുക്ക് കേൾക്കുവാൻ വേണ്ടി ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ദിവസത്തിലായിരിക്കുന്നത് ദൈവവചന കേൾവിക്ക് വേണ്ടിയാണല്ലോ. സ്തോത്രം. ഇതുപോലുള്ള ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് വചനം ധ്യാനിപ്പാൻ ദൈവമായ കർത്താവ് ഒരവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പ്രാരംഭത്തിൽ തന്നെ വചനം കേട്ടാൽ കുറേ കഴിയുമ്പോൾ ഇരുന്ന് ഉറങ്ങത്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യമേ അങ്ങ് പറയുന്നത്. സ്തോത്രം. കാരണം എനിക്കറിയാം നൈറ്റ് കഴിഞ്ഞവരൊക്കെ ഉണ്ട്, പിന്നെ നൈറ്റിന് പോകേണ്ടവരുണ്ട്, പിന്നെ മനഃപൂർവ്വമായിട്ട് സഭാകോളി വരുമ്പോൾ ഒരു സുഖമുള്ളവരുണ്ട് ഉറങ്ങാൻ. അവരും ഇപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആൾക്കാർ ഇതിനകത്തുണ്ട് അല്ലേ. സ്തോത്രം. ചിലർക്ക് വീട്ടിലിരുന്ന് ഉറക്കം വരത്തില്ല, പക്ഷേ സഭയ്ക്കകത്തോട്ട് കയറിയാൽ എനിക്കറിയത്തില്ല എന്തോ ഒരു സുഖമാണെന്നറിയാം. ചിലരൊക്കെ ഇതിനകത്ത് എത്ര ശബ്ദം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അവർക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റും. ആമേൻ. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ മുന്നേ അങ്ങ് വചനം ചെയ്യുന്നത്. കാരണം പിന്നീട് ഇരുന്ന് ഉറങ്ങത്തില്ലല്ലോ. ആദ്യമേ ഇത് കേട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങിയാലും ഇതിൻ്റെ ബാക്കി സ്വപ്നം വല്ലതും കാണത്തേ, വേണ്ടാത്ത സ്വപ്നമൊന്നും കാണത്തില്ലല്ലോ. അതും കൂടെ ഓർത്താ വചനം മുന്നേ അങ്ങ് തരുന്നത്. സ്തോത്രം. ആമേൻ. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരുമിച്ച് സന്തോഷിപ്പാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ തീമിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കണം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ ഒരുക്കിയെടുക്കാൻ നമ്മെ ദൈവസന്നിധിയിൽ വി ആർ ഹിയർ. നമ്മൾ ഓരോ ദിവസവും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, വി ആർ ഹിയർ ടു പ്രിപ്പയർ ഫോർ എറ്റേണിറ്റി. ദൈവസഭ എന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാനുള്ളതാണ്. ആമേൻ. നമ്മൾ ഈ കേൾക്കുന്ന വചനം എന്തിനാണെന്നറിയാമോ? എന്തിനാ കേൾക്കുന്ന വചനം? എന്തിനാ? സഭ എന്ന് പറയുന്നത് ഒരുങ്ങിയെടുക്കുക, ഒരുക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാ? നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക. അല്ലാതെ ഒരുങ്ങി പൂർണ്ണമായവരുടെ കൂട്ടമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അല്ല. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരുങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അനുതാപപ്പെടാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ, നമ്മെ തന്നെ കണ്ടുണർന്ന് ക്രമീകരണത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളും വചനങ്ങളുമായി ഇതിനകത്ത് കർത്താവ് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ വരവ് കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ല. കർത്താവ് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യും? കർത്താവ് വരും അല്ലേ. കർത്താവ് വരും. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അവിടെ നിൽക്കട്ടെ. കർത്താവിൻ്റെ വരവിനേക്കാൾ മുന്നേ എന്താ ചെയ്യണം? ഈ ഒരുങ്ങാതെ വരവ് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ല. ഒരുങ്ങണം. അപ്പോൾ നമ്മൾ ഒരുക്കപ്പെടുകയാണ് വചനത്തിൽ കൂടെ. സ്തോത്രം. ഓരോ ദിവസവും നമ്മൾ ഒരുക്കപ്പെടണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണം. ചെത്തേണ്ടത് ചെത്തി, വെട്ടേണ്ടത് വെട്ടി, മുനറ്റേണ്ടത് മാറ്റി, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച്, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ച്, അനുതാപപ്പെട്ട് ഓരോ ദിവസവും പ്രിപ്പയറിങ് അവേഴ്സെൽഫ് ഫോർ ദ എറ്റേണിറ്റി. ആമേൻ. ഹല്ലേലൂയ. ഇത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വരവ്, കർത്താവ് വരും, അതിന് സംശയമില്ല. കർത്താവ് വരും. ഏത് സമയവും കർത്താവ് വരും. ആമേൻ. പക്ഷേ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ആവശ്യമായ കാര്യം. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഒരുക്കപ്പെടണം. വചന കേൾവിയിൽ നമ്മൾ ഒരുക്കപ്പെടണം. ആത്മീക ശുശ്രൂഷയിൽ നമ്മൾ ഒരുക്കപ്പെടണം. കൂട്ടായ്മകളിൽ നമ്മൾ ഒരുക്കപ്പെടണം. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ ദിവസവും നമ്മൾ ഒരുക്കപ്പെടുന്ന സന്ദേശങ്ങൾ ഇതിനകത്ത് കേട്ടിരിക്കണം. സ്തോത്രം. കാരണം സഭ എന്ന് പറയുന്നത് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ആമേൻ. ഒരുക്കിയെടുത്ത നിത്യതയിൽ ചെല്ലുക. ഓരോ ദിവസവും ഒരുക്കത്തോടെ പ്രതീക്ഷയോടെ നമ്മൾ ദിവസത്തിലായിരിക്കാം. ഈ ഒരുങ്ങിയാലേ ഇന്ന് കർത്താവ് വന്നാലും നമ്മൾ നിത്യതയെ കാണത്തുള്ളൂ. ആമേൻ. സ്തോത്രം. ആമേൻ. അപ്പോൾ ഇന്നത്തെ വചനം, ഇന്നിപ്പോൾ കർത്താവ് വന്നാൽ ഇന്ന് വചനം കേട്ട് ഒരു ഒരുക്കം സംഭവിച്ചാൽ വിജയിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഒരുക്കത്തോടെ പ്രതീക്ഷയോടെ ദിവസത്തിലായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മാസമായി നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു വേദ തീമുണ്ട്. സ്തോത്രം. എന്താണെന്ന് ഓർമ്മയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദി മന്ത് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത. സ്തോത്രം. ഇതിനുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലല്ല, അതിന് മുന്നത്തെ ആഴ്ച. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നു എന്നറിയത്തില്ല. എന്തായിരുന്നു നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ? സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ് എന്ന വിഷയമായിരുന്നു നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത് അല്ലേ. സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അവിടെ നമ്മൾ വായിച്ച വാക്യങ്ങളുണ്ട്. സ്തോത്രം. നമ്മൾ അവിശ്വസ്തരായി തീർന്നിട്ടും ദൈവം വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എപ്പോഴും പറയാൻ കഴിയുന്നവരാണ്, നമ്മൾ അവിശ്വസ്തരായിരുന്നിട്ടും
ദൈവം വിശ്വസ്തരായിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഏതെല്ലാം മേഖലകളിൽ ദൈവം നമ്മോട് വിശ്വസ്തനാണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പടയായി. 3 വിഷയങ്ങളാണ് സ്തോത്രം പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെട്ടത്. 1, ദൈവത്തിൻ്റെ വിശ്വസ്തത. 2, നമ്മൾക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത. 3, ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ബ്ലെസ്സിങ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാ വിഷയങ്ങളും പോകാൻ താല്പര്യപ്പെടുമെന്ന് സമയം കിട്ടുമെന്നറിയില്ല. എങ്കിലും സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന അവർ ഫെയ്ത്ത്ഫുൾനെസ്, നമ്മളുടെ വിശ്വസ്തത. നമ്മൾ എപ്പോഴും പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, വിശ്വസ്തതയുടെ ആദ്യ ഭാഗം നമ്മളൊക്കെ ചിന്തിച്ചു. ഹല്ലേലൂയ, വിശ്വസ്തത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഞാൻ പറയുന്നത്, സോ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് അവർ ഫെയ്ത്ത്ഫുൾനെസ്, അല്ലെങ്കിൽ നമുക്ക് ദൈവത്വം അല്ലെങ്കിൽ നമ്മുടെ വിശ്വസ്തത എത്രമാത്രമുണ്ട്. ദൈവം നമ്മൾ പലപ്പോഴും സമ്മതിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ വിശ്വസ്തരല്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? വിശ്വസ്തത ഉണ്ടായിരിക്കണം. അനിവാര്യമായ കാര്യമാണ് വിശ്വസ്തത ഉണ്ടായിരിക്കുക എന്നുള്ളത്. കാരണം വിശ്വസ്തത എന്നത് ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സ്വഭാവത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയും. വിശ്വസ്തന്മാരെ ഒത്തിരി നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഒത്തിരി വിശ്വസ്തന്മാരെ ഉണ്ട്. സ്തോത്രം. ദൈവമക്കൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നു, നമ്മൾ അത് മാത്രമല്ല, വിശ്വസ്തത എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഒരു ഫലമായിട്ട് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിൽ ആ ആത്മാവിൻ്റെ ഫലത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് വിശ്വസ്തത, അല്ലേ? സ്തോത്രം. ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആത്മാവ് അകത്തുള്ള ഒരു വ്യക്തി എന്തുണ്ടായിരിക്കണം? വിശ്വസ്തരായിരിക്കണം, അല്ലേ? സ്തോത്രം. ഇനി നമ്മുടെ ആ നേരത്തെ ഉള്ള ഫ്രേസ് നമ്മൾ മാറ്റാൻ പോകുക. ഏതാ? നമ്മൾ അവിശ്വസ്തരായിട്ടും ദൈവം. അപ്പം ഇനി നമ്മൾ തിരുത്താൻ പോകുക, ആ കാര്യം ഒന്നും കൂടെ പറയാൻ പോകുക. നമ്മൾ വിശ്വസ്തരായിരിക്കണം, കാരണം ഇത് ആത്മാവിൻ്റെ ഫലമാണ്. അപ്പം നമ്മൾ അവിശ്വസ്തരാണെങ്കിൽ ആത്മാവിൻ്റെ ഫലം അതാണോ ആത്മാവിൻ്റെ ഫലം? ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമുക്ക് വിശ്വസ്തത ഉണ്ടായിരിക്കണം. അപ്പം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസ്തരായിരിക്കണം, അല്ലേ? നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിന്തിച്ച് നോക്കിക്കേ. സ്തോത്രം. ദൈവമക്കൾ നമ്മളെ മറ്റുള്ളവർ വിശ്വസ്തരായി കാണണം. നമ്മൾ തിരുവചനം പഠിച്ചതാൽ നമുക്കറിയാം, നമുക്ക് ഈ അവിശ്വസ്തത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങൾ പറ, അവിശ്വസ്തത ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങളോട് ഒരു വ്യക്തി അവിശ്വസ്തത കാണിച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അംഗീകരിക്കാൻ പറ്റുമോ? ഹലോ, നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ വിവിധ മേഖലകളിലായിക്കോട്ടെ, നിങ്ങളുടെ അൺഫെയ്ത്ത്ഫുൾനെസ് ടു ഫാമിലി, കുടുംബജീവിതത്തിലുള്ള അവിശ്വസ്തത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കൂട്ടുബന്ധങ്ങളുള്ള അവിശ്വസ്തത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവിശ്വസ്തത ഒരു വിധത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളോടൊരാൾ അവിശ്വസ്തനാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്, അല്ലേ? സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് വിശ്വസ്തരായിരിക്കണമെന്ന. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, നമുക്ക് എല്ലാവരോടും നമ്മളോട് വിശ്വസ്തരായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന് എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്നു? ഒന്നുകൂടെ ഞാൻ പറയാം. നിന്റെ കൂട്ടു സഹോദരൻ, നിന്റെ കൂട്ടു പങ്കാളി, നിന്റെ സഹകരിക്കുന്നവർ, നിന്റെ ജോലി മണ്ഡലങ്ങളിൽ നീ സഹകരിക്കുന്നവർ നിന്നോട് വിശ്വസ്തരായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ മക്കൾ നിങ്ങളോട് വിശ്വസ്തരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ ദൈവത്തോട് എത്ര വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. ഇത് ഒരു കാലത്തും നമ്മെ വിട്ടുപോകരുത്. വിശ്വസ്തത വിട്ടുപോകരുത്. എല്ലാ കാലത്തും നിന്നോട് കൂടിയിരിക്കേണ്ടതാണ് വിശ്വസ്തത. വായിച്ചേ വാക്യങ്ങൾ 3-ാം അധ്യായം 3-ാം വാക്യം. സദൃശവാക്യങ്ങൾ 3:3. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ
എഴുതിക്കൊള്ളുക. വാക്യം വായിച്ചോ, ശ്രദ്ധിച്ചേ. അവിടെ പറഞ്ഞിരിക്കുന്നു, ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്. ഓക്കെ, അതെല്ലാം ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാ. എന്നിട്ട് അടുത്ത ഭാഗം പറയുക, ഇവിടെ 2 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, ആ വിശ്വസ്തത എന്ത് ചെയ്യണം? നീ നിന്റെ കഴുത്തിൽ എന്ത് ചെയ്യണം? കെട്ടിക്കൊള്ളുക. അല്ലേ? സ്തോത്രം. എന്താണ് കഴുത്തിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ? ലിറ്ററലി കെട്ടുന്ന കാര്യമൊന്നും അല്ല പറയുന്നത്. നിന്റെ കഴുത്തിൽ വിശ്വസ്തത കെട്ടുക എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ദ പബ്ലിക് ലൈഫ്. മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ നിന്റെ കഴുത്തിൽ കെട്ടിയാൽ ഏതായാലും അറിയാമല്ലോ. നിന്റെ കഴുത്തിലൊരു സാധനം കെട്ടിയിട്ടാൽ മറ്റുള്ളവർ കാണത്തില്ലേ? ചിലർ കാണാൻ വേണ്ടി പുറത്തൊക്കെ എടുത്തിടാറില്ലേ? എന്തുവാ, മനസ്സിലായല്ലോ അല്ലേ? മാലയൊക്കെ അകത്ത് കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ എടുത്ത് മറ്റുള്ളവർ കാണാൻ വേണ്ടി. അപ്പോൾ ഈ കഴുത്തിൽ നീ എന്ത് ചെയ്തിരിക്കണം? ഇത് നിന്റെ പബ്ലിക് ജീവിതത്തിൽ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ബോധ്യം വരണം എന്താണ്? നീ വിശ്വസ്തനാണെന്ന് മറ്റുള്ളവർക്ക്. അത് മറ്റുള്ളവർക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയണം. നിന്റെ ഇടപാട്, നിന്റെ സംസാരങ്ങൾ, നിന്റെ പ്രവൃത്തികൾ വിശ്വാസ്യമാണെന്നും നീ വിശ്വസ്തനാണെന്നും മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാകണം. ഇതാണ് സ്തോത്രം. അത് നിന്റെ കഴുത്തിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ that's your public life. മറ്റുള്ളവർക്ക് നിന്നെ കണ്ടാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് പറയാൻ കഴിയണം, അവനെ വിശ്വസിക്കാം, അവൻ വിശ്വസ്തനാണ് എന്ന് പറയാൻ കഴിയണം. സ്തോത്രം. അതാണ് വിശ്വസ്തത കഴുത്തിൽ കെട്ടുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ കഴുത്തിൽ അത് കെട്ടണം. ഓക്കെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ച് ജനത്തിനൊരു ബോധ്യമുണ്ടാകണം, നിന്നെ വിശ്വസിക്കാമെന്ന്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുക, അവ നിന്റെ എന്തിരിക്കണം? ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അത് നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണം. ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ലൈഫ്. ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ഹൃദയപ്പലകയിൽ എഴുതുക. എന്താ? വിശ്വസ്തത. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രൈവറ്റ് ലൈഫിൽ ഒരു സ്തോത്രം, ഹല്ലേലൂയ, അത് രഹസ്യമായ ലൈഫാ, രഹസ്യ ജീവിതം. അതിൻ്റെ രഹസ്യ ജീവിതത്തിലും എന്തുണ്ടായിരിക്കണം? വിശ്വസ്തത ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ വിശ്വസ്തത നിന്നെ വിട്ടുപോകരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഈ 2 മണ്ഡലങ്ങളിലും ഇത് എഴുതി വെച്ചേക്കണം. ഒന്ന്, നിന്റെ കഴുത്തിൽ ഇതുണ്ടാകണം, വിശ്വസ്തത. മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ നിന്നെ വിശ്വസിക്കാമെന്ന് പറയണം. 2, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് കാത്തു സൂക്ഷിക്കണം, എഴുതി സൂക്ഷിക്കണം. ഹൃദയത്തിന്റെ പലകയ്ക്കകത്ത് നീ എഴുതണം, വിശ്വസ്തനാണെന്ന്. ഞാൻ വിശ്വസ്തനാ. നിന്റെ രഹസ്യ ജീവിതത്തിലും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നീ വിശ്വസ്തനാണെന്ന് അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കണം. അതാണ് ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത. ഒത്തിരി മേഖലകളിൽ ദൈവം പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഞാൻ കുറഞ്ഞത് ഒരു 3-4 മേഖലകളിൽ ദൈവം നമ്മുടെ വിശ്വസ്തത ആഗ്രഹിക്കുന്ന ചില മണ്ഡലങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. പേഴ്സണൽ ലൈഫിൽ വിശ്വസ്തത എന്ന് വെച്ചാൽ, സ്തോത്രം, സ്വന്തം ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജീവിതമല്ല, നമുക്ക് തന്നെ ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ രഹസ്യ ജീവിതം ഒരുപക്ഷെ മറ്റാർക്കും കഴിയത്തില്ല. നിനക്ക് ഒത്തിരി അഭിനയിക്കാൻ കഴിയും, പക്ഷേ ആ അഭിനയിക്കുന്നതിനെയാണ് അവിശ്വസ്തത എന്ന് പറയുന്നത്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വന്നേ. യാക്കോബിന്റെ ലേഖനം 1:26 വായിച്ചേ. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ശ്രദ്ധിച്ചേ, ഈ ഭക്തി മറ്റാർക്ക് കാണാൻ പറ്റുമോ? ഭക്തനെന്ന് നിരൂപിക്കുന്നവന്റെ ഭക്തി മറ്റാർക്കും കാണാൻ പറ്റുമോ? ഹലോ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഭക്തനെന്ന് നിരൂപിക്കുന്നവൻ, ഭക്തനല്ല, ഭക്തനെന്ന് അഭിനയിക്കുന്നവൻ, അവന്റെ ഭക്തി മറ്റാർക്കും കഴിയാൻ പറ്റത്തില്ല. അങ്ങനെ നീ ചെയ്താൽ, അഭിനയിച്ചാൽ, അതാണ് നിന്റെ പേഴ്സണൽ ലൈഫിലെ അവിശ്വസ്തത. നിന്റെ ജീവിതത്തോട് തന്നെ നീ അവിശ്വസ്തനാ. നിന്റെ ആത്മീക ജീവിതത്തോട് നീ അൺഫെയ്ത്ത്ഫുള്ളാ. കാരണം യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് യു ആർ സ്പിരിച്വൽ വൈൽ യു ആർ നോട്ട്. അതാണ് യാക്കോബ് പറയുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞേ? ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്
താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ ആ. അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിശുദ്ധനല്ലാതിരിക്കെ വിശുദ്ധനെന്ന് അഭിനയിക്കുക, ഭക്തനല്ലാതിരിക്കെ ഭക്തനെന്ന് നിരൂപിക്കുക. സ്തോത്രം. എവിടെ? ജീവിത നാവിന് കടിഞ്ഞാണ് ഇടാതെ. അപ്പോൾ ശ്രദ്ധിക്കണം, നാവിനൊരു കൺട്രോൾ വേണം. നാവിന് എന്ത് വേണം? കൺട്രോൾ വേണം. നാവിന് കൺട്രോൾ ഇല്ലാത്തതാ പാപത്തിന് കാരണമായി തീരുന്നത്. നാവിന് കൺട്രോൾ ഇല്ലാത്തതാ സ്തോത്രം ശണ്ഠയ്ക്ക് കാരണമായി തീരുന്നത്, ഭിന്നതയ്ക്ക് കാരണമായി തീരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു അവൻ്റെ അഭിനയമാണ് ഭക്തി. അവൻ്റെ ഭക്തി എന്ന് പറയുന്നത് വ്യർത്ഥമത്രേ, വ്യർത്ഥമത്രേ, വ്യർത്ഥമത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്തോത്രം, അത് വ്യക്തിപരമായ ജീവിതത്തിൽ, തൻ്റെ രഹസ്യ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? തന്നോട് തന്നെ ഒരു വിശ്വസ്തത പുലർത്തണം. സ്തോത്രം. നമ്മളെല്ലാം ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാം വചനത്തിൻ്റെ തിരുവചന ഭാഷയിൽ പറഞ്ഞാൽ ഗ്രഹവിചാരകന്മാരാണ് നമ്മൾ. ഏതെങ്കിലും ഗ്രഹവിചാരകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് നിങ്ങൾ അതിനകത്ത് ഗ്രഹവിചാരകന്മാരാണ്. നിങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിത്വം നിങ്ങളിലുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ നിങ്ങൾ എന്താണ്? ഗ്രഹവിചാരകന്മാരാണ്. അപ്പോൾ ഗ്രഹവിചാരകന്മാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ കുടുംബസ്ഥനാണെങ്കിൽ നീ ഒരു ഗ്രഹവിചാരകനാണ്. നീ ഒരു പിതാവാണെങ്കിൽ ഗ്രഹവിചാരകനാണ്. നീ ഒരു സഭയിലൊരു അംഗമാണെങ്കിൽ നീ ഗ്രഹവിചാരകനാണ് എന്ന് പറഞ്ഞാൽ അല്ല സ്തോത്രം, നീ ഏതെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നീ ഗ്രഹവിചാരകനാണ്. അങ്ങനെയുള്ള ഗ്രഹവിചാരകന്മാർ എങ്ങനെയായിരിക്കണം? അവരെ വിശ്വസ്തരായിരിക്കണം. 1 കൊരിന്ത്യർ 4 അധ്യായം 1 Corinthians chapter 4 verse 2 വായിച്ചേ. അവർ ഒന്ന് ഉറക്കെ വായിച്ചേ. അത് വായിച്ചേ. ഒന്നീ മൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മൈക്ക് കൂടെ വായിക്കുക. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഗൃഹവിചാരകന്മാർ അന്വേഷിക്കുന്നതോ അവർ എന്തായിരിക്കണം? വിശ്വസ്തന്മാരായിരിക്കണം. വിശ്വസ്തന്മാർ ആയിരിക്കണം. അപ്പോൾ നാം എല്ലാവരും എന്തായിരിക്കണം എന്ന വചനം പറയുന്നേ? വിശ്വസ്തന്മാരായിരിക്കണം. സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി, വാസ്തവത്തിൽ ഞാൻ വിശ്വസ്തനാണോ? ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിങ്ങൾ അവിശ്വസ്തരായി തീർന്നിട്ടുണ്ടെന്ന് സ്വയമായി പരിശോധിക്കണം. ഇത് ഞാൻ താഴോട്ട് വരാം, 1-2 കാര്യങ്ങൾ വരാം. ഒന്ന് സ്വന്തം നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു വിശ്വസ്തത പുലർത്തണം. ജീവിതത്തോട്, സ്വന്തം ശരീരത്തോട് വിശ്വസ്തത പുലർത്തണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള വിശ്വസ്തത. സ്തോത്രം. ദൈവത്തോടും ദൈവവചനത്തോടും. അവർ ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ് മീൻസ് ട്രസ്റ്റിംഗ് ഇൻ ഹിം, ലവിങ് ഹിം ഇൻ ഓൾ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം, ദൈവത്തോടുള്ള വിശ്വസ്തത. നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ. സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത എന്താണ്? നമ്മുടെ ആത്മീക ജീവിതം. നമുക്ക് ഇന്ന് സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി, നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തരാണ്. നമ്മൾ വാക്യം വായിച്ചു, നമ്മൾ അവിശ്വസ്തരായിട്ടും ദൈവം വിശ്വസ്തനാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതി ഗ്രാൻഡായിട്ട് എടുക്കരുത്, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. ആ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ടും ദൈവം വിശ്വസ്തരാണ്, അത് ദൈവത്തിൻ്റെ നീതി. പക്ഷേ ആ വാക്യത്തെ നിങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവിശ്വസ്തരായി ജീവിക്കാനല്ല അതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തോടുള്ള വിശ്വസ്തത. We need to be faithful to worship him. ദൈവത്തെ ആരാധിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ആരാധിക്കാൻ ഞങ്ങൾ സ്തോത്രം ബോധിപ്പിക്കുന്നത്. എന്തിനറിയുമോ? നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്തിനാണ് ഞായറാഴ്ച പകൽക്കാലം കൂടി വരുന്നത്? Why we are here? രാവിലെ ബൈബിൾ എടുത്ത് വരുമ്പോൾ സ്തോത്രം ഇപ്പം നമ്മൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല, കാരണത്ത് കയറി ബാഗും ഒക്കെ വെച്ച് ഇങ്ങനെ പോരുവാണല്ലോ. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, ബൈബിൾ പിടിച്ച് കിലോമീറ്ററുകൾ നടന്നാണല്ലോ ആരാധനയ്ക്ക് പോകുന്നത്. അന്ന് ഓപ്പോസിറ്റ് ഒരു ശങ്കരനോ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുക അച്ചാന്ന് ചോദിച്ചാൽ പറയാം ആരാധനയ്ക്ക് പോകുമെന്ന് പറയും അല്ലേ. ഇല്ലേ? അങ്ങനല്ലേ പറയുന്നേ? എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ആരാധനയ്ക്ക് പോകുകയെന്ന് പറയും. സ്തോത്രം. എവിടെയാണ് പോകുന്നത് നമ്മൾ? ആരാധനയ്ക്കാണ്. ഇതിനകത്ത് നമ്മൾ വന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ആമേൻ. ആരാധിക്കാൻ ഇതിനകത്ത് വന്നിട്ട് കരയൊന്ന് കണ്ടാൽ കൊള്ളാം. ആമേൻ. ഹല്ലേലൂയ. We are to worship our God. We are here to worship. Are you faithful to worship God? That's the question. Are you faithful?
സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ വിശ്വസ. നിങ്ങൾ ഒരു, ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൈകൊട്ടി അങ്ങനെ ആ ഒരു വർഷിപ്പ് ഈസ് ഡിഫറെൻറ്റ് വേസ്. ഐ എം നോട്ട് സെയിങ് എപ്പോഴും ഒരുപക്ഷെ കരങ്ങൾ കൊട്ടി ഇങ്ങനെ ആത്മാവില്ല. അത് മാത്രമല്ല, യു ക്യാൻ ബി സൈലൻറ്റ് സംടൈംസ്. ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങാനിടയിൽ തരും. അതും ഒരു വർഷിപ്പാണ്. പക്ഷേ ഉദാസീനത കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളെല്ലാവരും ഒരുപോലെ കൈയടിച്ച് സന്തോഷിക്കുന്ന മാത്രമല്ല, അറ്റ്ലീസ്റ്റ് എ മൈൻഡ് ഇറ്റ് ടു വർഷിപ്പ് ഗാഡ്. നീ സൈലൻ്റായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ കരങ്ങളെ അടിച്ച് ആത്മാവിൽ ആരാധിക്കേണ്ട സമയത്ത് ആത്മാവിൽ ആരാധിക്കണം, അത് വേറെ കാര്യം. പക്ഷേ വി ആർ ഹിയർ ടു വർഷിപ്പ് അവർ ഗാഡ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവമക്കൾ വിശ്വസ്തരായിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള വിശ്വസ്തയുടെ അടുത്ത പാർട്ടാണ് ടു വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവമക്കളെ സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. വാസ്തവത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് 8 ദിവസമായി. യു ക്യാൻ എക്സാമിൻ യുവർ സെൽസ്. കർത്താവ് ഇന്ന് ചോദിക്കുന്ന വിശ്വസ്തന്മാരെയാണ് കർത്താവിന് ആവശ്യം. ദൈവസന്നിധിയിൽ വിശ്വസ്തത, ദൈവത്തോട് വിശ്വസ്തത, ആരാധനയുള്ള വിശ്വസ്തത. വന്ന് പങ്കെടുത്ത് മടങ്ങിപ്പോകുന്ന പ്രവണതകൾ മാറ്റിയിട്ട് ഇതിനകത്തോട്ട് വരുമ്പോൾ പറയണം, കർത്താവേ എനിക്ക് നിന്നെ ആരാധിക്കണം. ഐ ജസ്റ്റ് വാണ്ട് ടു വർഷിപ്പ് യു ലോർഡ് എന്ന് പറയണം. അങ്ങനെ ബോധ്യത്തോടിരുന്ന ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. ഉദാസീനതയായി ദൈവസഭയ്ക്കകത്ത് ഒരു മനുഷ്യനിരിക്കരുത്. 2 സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ ആരാധിക്കുന്നതിൽ ദൈവത്തെ വിശ്വസ്തരായിരിക്കുക. 2 സെർവിങ് ഗോഡ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പാർട്ടാണ്. വിശ്വസ്തയോടെ ചെയ്യുക. മർമ്മ ചെയ്തുകൊണ്ട് ആരും ഒരു പണിയും ചെയ്ത് കർത്താവിന് വേണ്ടി ചെയ്യരുത്. പിറുപിറുത്തോണ്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യരുത്, ദയവ് ചെയ്ത്. നിങ്ങളൊരു ചെയർ എടുക്കുന്നെങ്കിൽ പിറുപിറുക്കരുത്. ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഡു ഇറ്റ് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി എന്ന പോലെ ചെയ്യുക. അതാണ് പൗലോസ് പറയുന്നത്. അതാണ് സെർവിങ്, അതാണ് ഫെയ്ത്ത്ഫുൾനെസ് ടു സെർവ് ഗാഡ്. ദൈവത്തെ സെർവ് ചെയ്യുന്നതിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമാണോ കർത്താവിൻ്റെ ശുശ്രൂഷ? അല്ല, ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശുശ്രൂഷക്കാരാ. വിവിധ മേഖലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ. ആർ യു ഫെയ്ത്ത്ഫുൾ? സഭയ്ക്കകത്ത്, ഞാൻ അതിലേക്ക് സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ വരാം. ശുശ്രൂഷയ്ക്കിൽ വിശ്വസ്തരായിരിക്കുക. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത. 2ാമത്തെ കാര്യം ദൈവവചനത്തോടുള്ള വിശ്വസ്തത. ദൈവവചനത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. യോശുവയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രമാണം വിട്ട്, അത് വായിച്ച് 1:8 ഉറക്കെ വായിക്കുമെങ്കിൽ വായിച്ചാൽ മതി. ഉറക്കെ അങ്ങ് വായിച്ചാലും കുഴപ്പമില്ല, മൈക്കില്ലെങ്കിൽ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. മതി. ഈ പ്രമാണം നിനക്ക് തന്നിരിക്കുന്നത് ഇത് പ്രമാണിക്കാനാ. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ദൈവികമായ വചനത്തോട് നിനക്കൊരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. To be faithful to the commandment of God, to be faithful to the promises of God, to be faithful to the word of God. ദൈവവചനത്തോട് ഒരു വിശ്വസ്തത. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ പ്രമാണത്തിന് നിരക്കാത്തത് നീ പ്രവർത്തിക്കുമ്പോൾ ഇതിന് അർത്ഥം എന്താ? യു ആർ അൺഫെയ്ത്ത്ഫുൾ. ദൈവികമായ പ്രമാണം, കർത്താവ് തന്നിരിക്കുന്ന ഉപദേശവും ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിനും വ്യത്യസ്തമായി നീ പ്രവർത്തിക്കുകയോ ഇടപെടുകയോ ചെയ്യുമ്പോൾ പ്രമാണത്തിന് നിരക്കാത്തത് ദൈവത്തോട് മാത്രമല്ല ദൈവവചനത്തോടുമുള്ള അവിശ്വസ്തതയാ. സ്തോത്രം. കൾച്ചർ മാറുമ്പോൾ മാറുന്നതല്ല പ്രമാണം. സ്ഥലം മാറുമ്പോൾ മാറുന്നതല്ല പ്രമാണം. ഈ പ്രമാണം, സ്തോത്രം, കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥലത്തിനോ കാലത്തിനോ എവിടെയായാലും പ്രമാണത്തിന് വ്യത്യാസം വരത്തില്ല. ബി ഫെയ്ത്ത്ഫുൾ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തോട്, കർത്താവിൻ്റെ വചനത്തോട് വിശ്വസ്തരായിരിക്കുക. സ്തോത്രം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ 1 ദൈവത്തോട്, 2 ദൈവത്തിൻ്റെ വചനത്തോട്. 3ാമത്തെ കാര്യം, നിന്റെ നടപ്പിൽ നീ വിശ്വസ്തനായിരിക്കണം. നടപ്പിൽ വിശ്വസ്തത. അപ്പോൾ ജീവിതത്തിൽ അത് നടപ്പെന്ന് പറയുമ്പോൾ നിന്റെ പ്രാക്ടിക്കൽ ലൈഫാണ്, വ്യക്തിപരമായ ജീവിതം.
അതിൽ ദൈവത്തോട് നിനക്കൊരു വിശ്വസ്തത ഉണ്ടാകണം. നിന്നെ ആരും കാണാൻ കഴിയാത്ത മേഖലകളിൽ നീ എത്തിപ്പെട്ടുന്നിരിക്കും. മറ്റാരും ശ്രദ്ധിക്കപ്പെടാത്ത ഏരിയകൾ നിന്റെ ജീവിതത്തിൽ കാണും. പക്ഷേ യു നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങൾ ചെയ്യുന്ന പാപം ദൈവത്തോടാ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ യോസഫിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അവനെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അതിനെ ചിന്തിപ്പിച്ചത്. അതിന് 9 വാക്യത്തിലാണ് അവൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 9, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തു. ഈ മഹാദോഷം പ്രവർത്തിച്ച് തന്നോട് തന്നെ പാപം ചെയ്യുന്നല്ല പറഞ്ഞേ, ദൈവത്തോട്. എനിക്ക് ദൈവത്തോട് എങ്ങനെ അവിശ്വസ്തത കാണിക്കാൻ പറ്റും? ഈ മഹാപാപം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നടപ്പിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, സ്തോത്രം, നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ആരും കാണാത്ത മേഖലകളിൽ അവിശ്വസ്തത കാണിക്കരുത്. നീ കാണിക്കുന്ന അവിശ്വസ്തത നിന്റെ കുടുംബത്തോടും നിന്റെ ശരീരത്തോടും നിന്റെ കുടുംബജീവിതത്തോടും മാത്രമല്ല, നിന്റെ അവിശ്വസ്തത ദൈവത്തോടും കൂടിയാ. സ്തോത്രം. അപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ നടപ്പ് വിശ്വസ്തയോടെ ആയിരിക്കണം. ദൈവമക്കളെ, ദൈവവചനത്തിന്, പ്രമാണത്തിന്, നിന്റെ ജീവിതത്തിന്, നിന്റെ നടപ്പിന് യോഗ്യമല്ലാത്തൊരു കാര്യം നീ ചെയ്യരുത്. അത് നിന്റെ വായിൽ നിന്ന് പുറപ്പെടരുത്. നിന്റെ പ്രവൃത്തിയിൽ ഉണ്ടാകരുത്, നിന്റെ ജോലിയിൽ ഉണ്ടാകരുത്. ബി ഫെയ്ത്ത്ഫുൾ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസ്തരായിരിക്കണം, നടപ്പിൽ വിശ്വസ്തത. സ്തോത്രം. സമയമില്ലാത്ത ഞാൻ പെട്ടെന്ന് പോകുക. അടുത്ത കാര്യം, ദൈവം തന്ന താലന്ത് വിനിമയം ചെയ്യുന്നതിൽ വിശ്വസ്തയുണ്ടായിരിക്കണം. അല്ലേ? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം, 25 അധ്യായം 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കണ്ട. അവിടെ ആ താലന്ത് കൊടുത്തിട്ട് പോയ ആ ദാസൻ്റെയും യജമാൻ്റെയും സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നെയാ, ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, ഒറ്റ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തത കാണിക്കുക. എന്തോ ആയിക്കോട്ടെ, നിൻ്റെ ഒരു കഴിവ്, നിനക്ക് തന്ന താലന്ത്, നിനക്ക് തന്ന ഒരു കൃപ, ആർ യു ഫെയ്ത്ത്ഫുൾ ടു ദാറ്റ്? അത് നീ വിശ്വസ്തനാണോ? നിനക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, നിനക്ക് സ്തോത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കൃപാവരം തന്നിട്ടുണ്ട്, വിശ്വസ്തരായിരിക്കുക. ചിലർക്കൊക്കെ ദൈവം ദർശനം കൊടുക്കും, പക്ഷേ പറയത്തില്ല. ചിലർക്ക് ദൈവം പ്രവചനം കൊടുക്കും, മിണ്ടത്തില്ല. ചിലർക്ക് ദൈവം ദൂത് കൊടുക്കും, മിണ്ടത്തില്ല. കാരണം എന്താ അറിയാമോ? ആക്ച്വലി യു ആർ അൺഫെയ്ത്ത്ഫുൾ ടു ദാറ്റ് ടാലൻറ്റ് ഓർ ദാറ്റ് ഗിഫ്റ്റ്. വാസ്തവത്തിലല്ലേ? നമ്മളിത് ചെയ്യാതിരുന്നാൽ, വ്യാപാരം ചെയ്യാതിരുന്നാൽ എന്താ? ആ ദാസനെ വിളിച്ച വിളി നമുക്കറിയാമല്ലോ. സ്തോത്രം. അതുകൊണ്ട് താലന്തിൽ വിശ്വസ്തതയായിരിക്കുക. വേഗത്തിൽ മുന്നോട്ട് പോവുക. അടുത്തത്, കൊടുക്കുന്നതിൽ വിശ്വസ്തത പാലിക്കുക. കൊടുക്കുന്നതിൽ വിശ്വസ്തത പാലിക്കുക. സ്തോത്രം. കർത്താവിനോട് നമ്മൾ ഒത്തിരി ചോദിക്കാറുണ്ടല്ലേ? ചോദിച്ചാറല്ലേ? ചോദിച്ചല്ലേ ഇവിടം വരെ വന്നേ? ആണോ? ഓ അല്ലേ? നിങ്ങൾ ചോദിക്കാതെ വന്നവരാണ് ഇവിടെ. കർത്താവിനോട് ചോദിക്കാതെ ഇതിനകത്ത് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് പൊങ്ങിയ കൊള്ളായിരുന്നു. കുത്തിയിരുന്ന് ഉപവസിക്കാത്തവരൊക്കെ കുത്തിയിരുന്ന് ഉപവസിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഉപവസിക്കാത്തവരൊക്കെ ഇതിൻ്റെ വിഷയത്തിൽ ഉപവസിച്ചിട്ടുണ്ട്, ഇല്ലേ? ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവരൊക്കെ ഇതിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ച ഇവിടം വരെ എത്തിയേ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പക്ഷെ കർത്താവിനോട് നമ്മൾ മേടിക്കാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യത്തിൽ വിശ്വസ്തതയുണ്ടോ? തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ? സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ദൈവം കൊടുക്കുന്നതിൽ നാം വിശ്വസ്തരായിരിക്കണം. എന്തു തന്നെയായാലും കൊടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. ഓക്കെ, ഞാനത് കൂടുതൽ വിവരിച്ച് മുന്നോട്ട് പോകുന്നില്ല. ദൈവം തന്ന നന്മയ്ക്ക് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കർത്താവിന് കൊടുക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. ഇവിടെയൊക്കെ ചിലരെ സംബന്ധിച്ചോളം കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പാടാണ്. സ്തോത്രം. വലിയ പാടാണ്. അവർ ദൈവസ്വാമിയിൽ കൊടുക്കുമ്പോൾ അത് കണക്ക് നോക്കിയൊക്കെയാണ് കൊടുക്കുന്നേ. സ്തോത്രം. പാടില്ല. ദൈവത്തോട് കൊടുക്കുന്ന കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ തന്നത് കർത്താവിനോട് കൊടുക്കുന്ന കാര്യത്തിൽ
വിശ്വസ്തയായിരിക്കണം നമ്മൾ. ദൈവം അതാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ ദശാംശ വിഷയങ്ങളിലൊക്കെ പോകുന്നില്ല, എനിക്ക് സമയം മുന്നിലില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ ചോദന ചെയ്യുക. ചിലരെ സംബന്ധിച്ചോളം ചിലർ പറയാറുണ്ട് ഇവിടെ കൊടുക്കത്തില്ല. അവർ പറയുന്നത് പറയാം ഞങ്ങൾ നാട്ടിൽ കൊടുക്കും. എവിടാ? ഞങ്ങൾ നാട്ടിൽ, ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. കൂടുന്നിടത്ത് കൊടുക്കണം മുന്നേ, എന്നിട്ട് നീ പ്രൂഫ് ചെയ്യണം. സ്തോത്രം. നിൻ്റെ കൊടുപ്പ് ദൈവസന്നിധിയിൽ കൊടുക്കുക, കർത്താവിന് വേണ്ടി കൊടുക്കുക. ഒരു കാര്യം ഓർത്തോണം, കർത്താവ് ഈ ദശാംശം എന്ന് പറയുന്നത് കർത്താവിന് പണം ആവശ്യമുണ്ടായിട്ടല്ല. ഈസ് നോട്ട് മാറ്റർ ഓഫ് ദ മണി, ഇറ്റ്സ് ദ മാറ്റർ ഓഫ് യുവർ ഹാർട്ട്. ഞാൻ ഒന്നുകൂടി പറയാം, കർത്താവിന് ഇവിടെ ഈ ദശാംശം കൊടുക്കുന്നതും കർത്താവ് കൊടുക്കുന്നതും ഇസ് മാറ്റർ ഓഫ് മണി, നോട്ട് മാറ്റർ ഓഫ് മണി. മണിയല്ല വിഷയം, കർത്താവിന് പൈസ ഒന്നും വേണ്ട. പക്ഷെ നിൻ്റെ ഹൃദയമാണ്, നിൻ്റെ ആ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. നിൻ്റെ മനസ്സ് കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള നിൻ്റെ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അതിന് മണിയുടെ മാറ്റം അല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ അറിയാമോ? യേശു കണ്ട എന്താ 2 വെള്ളിക്കാശിട്ട സ്ത്രീയുടെ സംഭവം അറിയാമല്ലോ അല്ലേ? വിധവയാ സ്ത്രീയുടെ അല്ലേ? അപ്പോൾ ധനവാൻ കൊണ്ടുവന്ന് ഒത്തിരി കൊടുത്തല്ലേ? യേശു മണിയുടെ മാറ്റർ ആയിരുന്നെങ്കിൽ ആരെയായിരുന്നു പ്രൈസ് ചെയ്യേണ്ടുന്നേ? മനസ്സിലായോ? അപ്പോൾ അവിടെ മണിയുടെ മാറ്ററല്ല, അവൻ ചെയ്തത് അവൻ്റെ ആ കാണാൻ വേണ്ടി ചെയ്ത കാര്യം. പക്ഷേ കർത്താവ് നോക്കിയത് അവളുടെ ഇല്ലായ്മയിൽ അവളുടെ ഹൃദയത്തെ ദൈവം നോക്കിയത്. സോ എപ്പോഴും ഓർത്തോണം, ദശാംശം എന്ന് പറയുന്നത് ഇസ് നോട്ട് മാറ്റർ ഓഫ് മണി, മാറ്റർ ഓഫ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയമാണ് അത് ആവശ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊടുക്കുന്നതിനുള്ള വിശ്വസ്തത, വീണ്ടും കുടുംബജീവിതത്തിലുള്ള വിശ്വസ്തത അല്ലേ? പരസ്പരം വിശ്വസ്തരായിരിക്കണം. യാതൊരു കാര്യത്തിലും ഭാര്യയോടോ ഭർത്താവിനോടോ അവിശ്വസ്തത കാണിക്കരുത്. കുടുംബത്തോടുള്ള വിശ്വസ്തത, ഉത്തരവാദിത്തമുള്ള വിശ്വസ്തത, പിതാവെന്ന നിലയിലുള്ള വിശ്വസ്തത, മാതാവെന്ന നിലയിലുള്ള വിശ്വസ്തത, ഇതെല്ലാം കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദെൻ അനദർ തിങ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ് ടു യുവർ ലോക്കൽ ചർച്ച്. നിങ്ങൾ കൂടി വരുന്ന സഭയോടുള്ള ഒരു വിശ്വസ്തത. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോട് വിശ്വസ്തയുള്ളവരായിരിക്കണം. കാരണം സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ കുടുംബമാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, സഭയ്ക്കകത്തിരിക്കുന്നവർ വഴിയാത്രക്കാരല്ല. നമ്മൾ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പം തടുത്തിരിക്കുന്നവൻ്റെ ക്ഷേമം അന്വേഷിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഉണ്ടോ? ഇല്ല, കാരണം അത് വഴിയാത്രക്കാരനാണ്. പക്ഷേ സഭ എന്ന് പറയുമ്പോൾ കുടുംബമാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം വേണം, പരസ്പരം ഫെലോഷിപ്പ് വേണം, കൂട്ടായ്മ വേണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദൈവസഭയ്ക്ക് ഹല്ലേലൂയ, ദൈവസഭയോട് ഒരാത്മാർത്ഥത ഉണ്ടാകണം. അപ്പോൾ ഈ ഏരിയകളിലെല്ലാം ദൈവമക്കൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. നമ്മുടെ വിശ്വസ്തത ദൈവം നമ്മളിൽ നിന്ന് പലപ്പോഴും പരീക്ഷിക്കുന്ന, നമ്മുടെ വിശ്വസ്തതയെ പരീക്ഷിക്കുന്ന പല സന്ദർഭങ്ങളിലുണ്ട് അല്ലേ? സ്തോത്രം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുവാനിടയായി താലന്ത് കൊടുത്ത് ദൈവം പരീക്ഷിക്കുകയായിരുന്നത്. ആ 3 താലന്ത് കൊടുത്തത് എന്തിനാ? അല്ലെങ്കിൽ താലന്ത് അവർക്ക് 3 പേരെ ഏൽപ്പിച്ചത് എന്തിനാ? ടെസ്റ്റിംഗ് ദ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത ദൈവം. അപ്പം നമ്മൾ ഓർത്തോണം, നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ദൈവം നമ്മെ പരീക്ഷിക്കുക. നിൻ്റെ വിശ്വസ്തത, നീ എത്രമാത്രം വിശ്വസ്തനാണ്. നിൻ്റെ കൈ പണം തരുന്നതും ജോലിക്ക് പ്രൊമോഷൻ തരുന്നത് എന്തിനാണെന്നറിയാമോ? ഹലോ, മനസ്സിലായോ? അപ്പം ദൈവം താലന്ത് കൊടുത്ത് പരീക്ഷിക്കുക. അങ്ങോട്ട് കൊടുത്തിട്ടാ നിന്റെ വിശ്വസ്തതയെ കർത്താവ് നോക്കിയത്. ഈ 3 പേരെയും വിളിച്ചു വരുത്തി, അവർക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു, പക്ഷെ വിളിച്ചിങ്ങോട്ട് വരുത്തിയിട്ട് താലന്ത് അങ്ങോട്ട് കൊടുത്തു. എന്തിനാ? ഹലോ പറ, എന്തിനാ? വിശ്വസ്തത പരീക്ഷിക്കാൻ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഓർത്തോണം, എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ടു ടെസ്റ്റ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത പരീക്ഷിക്കുക. അപ്പോൾ ഈ നമ്മളെ ചില കാര്യങ്ങൾ, ഒരിക്കൽ ഒരു സംഭവം കൂടെ പറഞ്ഞ് വേഗത്തിൽ നിർത്താം. ഒരിക്കൽ ഒരു രാജ്യത്ത് നല്ല വിശ്വസ്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു രാജ്യം, പക്ഷേ ഈ രാജ്യത്തിലുള്ള ജനങ്ങളോട് പുള്ളി ഭയങ്കര വിശ്വസ്തനായിരുന്നു. ജനത്തിനൊന്നിനും മുടക്കം വരത്തില്ല. എല്ലാം വളരെ നല്ല പ്രോസ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ നല്ലൊരു രാജാവ്. ഒരിക്കൽ ഈ രാജാവ് വിചാരിച്ചു, ഇത്രയും നാൾ ഞാൻ ഈ ജനത്തോട് എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ഈ ജനത്തിൻ്റെ വിശ്വസ്തത എനിക്കൊന്ന് പരീക്ഷിക്കണം.
അപ്പോൾ ഈ രാജാവ് വിചാരിച്ചു, എന്നാൽ പിന്നെ എങ്ങനാ തൻ്റെ സഹമന്ത്രിയൊക്കെ വിളിച്ച് അവരൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു. ഒറ്റ കാര്യമേ ഉള്ളൂ. രാജാവ് പറഞ്ഞു, മറ്റൊന്നുമല്ല, ജനത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അവരെല്ലാം കൃഷിക്കാരും ഈ കന്നുകാലി ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ രാജാവിന് ഒറ്റ കാര്യം പറഞ്ഞു, ജനത്തെ എല്ലാം വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പാലിലൊന്ന് കുളിക്കണം. വേറൊന്നുമില്ല, പാലിൽ കുളിക്കണം. അപ്പോൾ രാജാവ് കൽപ്പന കൊടുത്തു, ജനത്തിൻ്റെ വിശ്വസ്ത പരീക്ഷിക്കുക, പാലിൽ കുളിക്കുക. ഒരു വലിയ ടാങ്കൊക്കെ കിട്ടിയിട്ട് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നാളെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ ടാങ്ക് പാല് കൊണ്ട് നിറയ്ക്കണം. ജനം എല്ലാം ഏറ്റു, സന്തോഷമായി. എല്ലാവരും പോയി പാലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഓരോരുത്തർ പാല് കൊണ്ടൊഴിക്കുക. ഒഴിച്ച് അവസാനം വൈകിട്ടായപ്പോഴത്തേക്ക് ടാങ്ക് നിറഞ്ഞു. രാജാവ് കുളിക്കാൻ വന്ന് നോക്കിയപ്പോഴെന്താണെന്നറിയാമോ? പാലിന് പകരം അതിനകത്ത് നിറച്ച് പച്ചവെള്ളമാണ്. സംഭവിച്ച എന്താണെന്നറിയാമോ? ഇപ്പം ഈ പരസ്പരം കൊടുത്ത ആരും അറിയുന്നില്ലല്ലോ. ഇപ്പം ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു, എടാ ഈ 150 എണ്ണം ഇതിനകത്തുണ്ടല്ലോ, ഈ 150 പാലും കൊണ്ട് വന്നാൽ ഞാൻ ഒരു കുപ്പി വെള്ളം ഒഴിച്ച് ആരറിയാനാ? അപ്പം ഞാനൊരു കുപ്പി വെള്ളം ഒഴിച്ച് ആരും അറിയത്തില്ല. അപ്പോൾ ഈ 150 പേര് ഇതുപോലെ ചിന്തിച്ചു. അവസാനം ടാങ്ക് നിറച്ചെന്തായി? വെള്ളമായി. അപ്പം ഇതുപോലെ ആകരുത് നമ്മുടെ കൊടുപ്പ്, നമ്മുടെ വിശ്വസ്തത. നമ്മൾ ചെയ്യുന്നത് കർത്താവിന് എന്ന പോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഉള്ളവരെ കർത്താവ് വിളിക്കുന്നൊരു വിളിയുണ്ട്. അതാണ് എൻ്റെ വിഷയം. 16 ലൂക്കോസിന് 16:10 വാക്യം അതിവിടെ വായിച്ചു നിർത്താം. നല്ലവനും അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മതി. പിന്നെ മറ്റൊരു വാക്യം പറയുന്നുണ്ട്, നല്ലവനും ഏത് വാക്യമാ? വായിച്ചേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് കർത്താവ് വിളിക്കേണ്ട വിളി ഇതായിരിക്കണം. ഒന്ന് പരിശോധിച്ച് നോക്കിയേ. എൻ്റെ പ്രവൃത്തി, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം കണ്ടിട്ട് എൻ്റെ കർത്താവ് എന്നെ വിളിക്കുമോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്? സ്വയമായി പരിശോധിച്ചാൽ മതി. എവിടെയൊക്കെ നമ്മൾ അവിശ്വസ്തരായിട്ടുണ്ട്? ഏതെല്ലാം മണ്ഡലങ്ങളിൽ നമ്മൾ അവിശ്വസ്തരാണ്? എപ്പം മുതലാണ് എപ്പം വരെ നമ്മൾ വിശ്വസ്തരായിരിക്കണം? സ്നാനം കഴിഞ്ഞ് കയറിക്കഴിയുമ്പം സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്. തലേ കൈ അങ്ങോട്ട് വെച്ചിട്ട് പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ യെസ്, ആർക്കാ ജീവകിരീടം കിട്ടുന്നേ? ആർക്കാ ജീവകിരീടം കിട്ടുന്നേ? ഒന്ന് ഉറക്കെ പറ. ആർക്കാ? വാ തുറന്ന് പറ. ആർക്കാ ജീവകിരീടം കിട്ടുന്നേ? വിശ്വസ്തന്മാർക്ക്. അവസാനത്തോളം വിശ്വസ്തയോടെ നിൽക്കുന്നവന് ലഭിക്കുന്നതാണ് ജീവകിരീടം. സ്തോത്രം. വേറെ ഒരു കിരീടം കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും കിട്ടേണ്ട ഒരു കിരീടമുണ്ട്, ജീവന്റെ കിരീടം. അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക. തലയിൽ കൈവച്ചിട്ട് സ്നാനാർത്ഥി നിന്നോടൊരു വാക്ക് പറയും, അല്ല സ്നാനം കഴിഞ്ഞ് പോകുമ്പോൾ വരുമ്പോൾ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, മോനെ മോളെ, അന്ത്യത്തോളം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് പ്രാപിക്കാം. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ലഭിക്കേണ്ട ഒരു ജീവകിരീടം നഷ്ടമാക്കി കളയരുത്. അല്ല വിശ്വസ്തനായിരിക്കുക, അല്ല ദൈവത്തോടുള്ള വിശ്വസ്തത, വചനത്തോടുള്ള വിശ്വസ്തത, ഉപദേശത്തോടുള്ള വിശ്വസ്തത, പ്രമാണത്തോടുള്ള വിശ്വസ്തത, കുടുംബത്തോടുള്ള വിശ്വസ്തത, വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വസ്തത, ദൈവം നിനക്ക് നൽകിയ താലന്തിൽ വിശ്വസ്തത. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം പരിശോധിച്ച് എത്രമാത്രം കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വിശ്വസ്തനായിരുന്നു. സ്തോത്രം. എത്രമാത്രം വിശ്വസ്തനായിരുന്നു, എത്രമാത്രം എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്വയമായിരുന്നു പരിശോധിക്കാം.